കൃഷ്ണ ഗുരുവായൂരപ്പ. കണ്ണൻ്റെ ഭക്തന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് സാക്ഷാൽ നാരദ മഹർഷി. ഭാഗവതത്തിൽ നാരദ മഹർഷി ഇല്ലാണ്ട് ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വളരെ വിരസമായിരിക്കും. ഇത്ര രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോരോ ലീലകൾ. ഭഗവാന്റെ അടുത്തേക്ക് ഭക്തന്മാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ നാരദ മഹർഷിയുടെ കഥകൾ ഭാഗവതത്തെ വല്ലാതെ ആസ്വാദ്യകരാക്കും. ദേവലോകത്തും അസുരലോകത്തും ഗന്ധർവന്മാരുടെ എവിടെ ചെന്നാലും നാരദ മഹർഷിക്ക് സിംഹാസനമുണ്ട്. ഇരിക്കൂ നാരദ മഹർഷിയെ പറയും. അങ്ങനെ ഒരു ഋഷി ഇല്ല. ഋഷിമാരൊക്കെ അവർക്ക് അസുരന്മാർക്ക് ദേഷ്യമാണ്. പക്ഷേ നാരദ മഹർഷിയോട് വലിയ ഇഷ്ടമാണ്. വരൂ നാരദ മഹർഷി എന്ന് പറയാത്തവരില്ല എന്നർത്ഥം. സർവദാ നാരായണ നാമം ജപിച്ച് വീണയിൽ ഗാനാലാപനം ചെയ്ത് ത്രൈലോക്യം മുഴുവൻ സഞ്ചരിക്കുന്ന ഈ മഹർഷി ഭക്തന്മാരുടെ ആശ്രയൊക്കെ എന്തിനാണ്. തമ്മിത്തല്ലുണ്ടാക്കുന്ന ആളാന്നൊക്കെ ആൾക്കാർ പറയാം. പക്ഷേ ഓരോ ആളുകളുടെയും ദൗർബല്യങ്ങളെ മനസ്സിലാക്കി ആ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ ഒരു അവസരം ഉണ്ടാക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യണത്. ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ ഒരു മടിയില്ല. അവരെ മുഴുവൻ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു മടിയില്ല. അത് ദക്ഷപ്രജാപതിയുടെ കഥയെടുത്ത് നോക്കിയാൽ ഭാഗവതം നമുക്ക് മനോഹരമായിട്ട് കാട്ടിത്തരുന്നുണ്ട്. ധ്രുവകുമാരൻ്റെ ഒരു കഥയുണ്ട്. എന്തൊരു രസമാണെന്ന് അറിയില്ല. ഉത്താനപാത എന്ന മഹാരാജാവ് 2 ഭാര്യമാരാണ്, സുനിതിയും സുരുചിയും. സുരുചിയോടാണ് മഹാരാജാവിന് വലിയ ഇഷ്ടം. അവൾ പറയണ മാത്രമേ അദ്ദേഹം കേൾക്കുള്ളൂ. 2 പേർക്കും മക്കളുണ്ട്. അപ്പം ഈ ഉത്താനപാത മഹാരാജാവ് സഭയിലിരിക്കുമ്പോൾ സുനിധിയുടെ മകൻ ഓടിച്ചെന്ന് മടിയിലാണ് കയറിയിരുന്നു. കുറെ കാലമായി ഉണ്ണിയെ കണ്ടിട്ട് വലിയ ഇഷ്ടമായി. ഉണ്ണി പറഞ്ഞ് സ്വന്തം മകനല്ലേ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അത് കണ്ടപ്പോൾ സുരുചിക്ക് ദേഷ്യം വന്നില്ലേ. ഇങ്ങടെ ഇറങ്ങടാന്ന് പറഞ്ഞ് മടിയിൽ നിന്ന് പിടിച്ച് വലിച്ചോണ്ട് ഇറക്കി. ഈ മടി കയറിക്കാൻ നിനക്ക് എന്താ യോഗ്യതയുള്ളത്? നീ ആരുടെ മകനാ? നിനക്ക് ആ യോഗ്യത വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഉദരത്തിൽ ജനിക്കുക. ഇപ്പം മരിക്കണം. നീ മരിച്ച് എൻ്റെ ഉദരത്തിൽ ജനിച്ചാൽ ഈ മടിയിൽ കയറിയിരിക്കാന്നാണ്. പൊട്ടിക്കരഞ്ഞു. ഉറക്കം വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ സമ്മതിച്ചില്ല. എത്ര കാലമായി ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട്. ഇങ്ങനെയൊക്കെയോ പറഞ്ഞു. ആ അമ്മ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എന്താ ചെറിയമ്മ പറഞ്ഞത് നിന്നോട്? ഞാൻ പോയി മരിക്കണം. എങ്ങനെ മരിക്കണം? ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് മരിക്കണം. അങ്ങനെ ആയാൽ അടുത്ത ജന്മം ആ അമ്മയുടെ വയറ്റിൽ ജനിക്കാമെന്നാ പറഞ്ഞേ. അമ്മ പറഞ്ഞ ശരിയല്ലേ, ഈ മഹാഭാവിയുടെ ഉദരത്തിൽ ജനിച്ചിട്ടല്ലേ നിനക്ക് ഇങ്ങനെ പറ്റിയത്? കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇതൊരു അവസരമാക്കി മാറ്റി സുനീതി. നീ പോയി തപസ് ചെയ്യുന്ന. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉണ്ണി കാട്ടിൽ വന്ന്, കൊടും കാട്ടിൽ വന്ന് ഭഗവാനെ വിളിച്ചിങ്ങനെ അലയാണ്. അത് കണ്ടുകൊണ്ട് നാരദ മഹർഷി ഓടി വന്ന്, എന്താ ഉണ്ണി ചോദിച്ചു. എനിക്കിപ്പോൾ ഭഗവാനെ കാണണം, ഞാനിപ്പോൾ തപസ് ചെയ്യുന്നൊക്കെയാണ്. കൊച്ചുകുട്ടിയല്ലേ. അവൻ്റെ മനസ്സ് എത്രമാത്രം ദൃഢാണെന്ന് മഹർഷി ഒന്ന് പരീക്ഷിച്ചു. അച്ഛൻ്റെ മടി കയറിക്കല്ലേ വീണൊക്കെ ഞാൻ നേരെയാക്കി തരാം. എൻ്റെ കൂടെ വരൂ, ഞാൻ കൊണ്ടിരുത്താം. ഞാൻ പിടിച്ച മടിയിലിരുത്തി ആരാ തടയണയ്ക്കൊന്ന് കാണണം എന്നൊക്കെ. അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ഭഗവാനെ കിട്ടണം എന്ന്. കാടാണത്, ആനകളും പുലിയോ ആര് വേണേ വന്നോട്ടെ, എനിക്കതൊന്നും വിഷയമല്ല. എനിക്കെൻ്റെ നാരായണനെ കാണണം എന്നുള്ള ഉണ്ണിയുടെ ഒരു ഉറപ്പുണ്ടല്ലോ. അത് കണ്ടപ്പോൾ നാരദ മഹർഷി അവനെ മാറോട് ചേർത്തു, കൈകളെ കൊണ്ട് തലോടി. എപ്പോഴും നാരായണനാമം ജപിച്ചുകൊണ്ട് ആ വീണയിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്തു. ആ മന്ത്രം ഉപദേശിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ചൊല്ലിക്കോളൂ ഉണ്ണി. സാക്ഷാൽ നാരായണൻ നിന്നെ തേടി വരും. വൈകുണ്ഠത്തുനിന്നും എവിടെ നിന്നായാലും വേണ്ടില്ല, നിന്റെ അടുത്ത് വരുന്ന പറഞ്ഞ് ആ ഉണ്ണിയെ ഭഗവാന്റെ നാമം മന്ത്രം ജപിപ്പിച്ച് പറഞ്ഞു വിട്ടു. കൊടുങ്കാട്ടില് സാക്ഷാൽ നാരായണനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നാരായണന്റെ നാമം ജപിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് വരികയാണ് സാക്ഷാൽ ഭഗവാൻ. തപസ് പരിപൂർണമാകുമ്പോൾ ധ്രുവകുമാരൻ ഭാഗവതത്തിൽ വലിയ കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. ധ്രുവ നക്ഷത്രമായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ എത്ര ആളുകളെ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ലോകം മുഴുവൻ സർവ്വദാ സഞ്ചരിച്ചു കൊണ്ട് നടക്കുന്ന ഭക്തിയുടെ പ്രതീകമാണ് ശ്രീനാരദ മഹർഷി. ഇനി നമുക്ക് ഒരുപാട് കഥകൾ പറയേണ്ട നാരദ മഹർഷിയെക്കുറിച്ച് അടുത്ത ഭാഗത്ത് കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ.